KPCC അധ്യക്ഷനായി കെ സുധാകരൻ തന്നെ തുടരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കെ സുധാകരനെ മാറ്റേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം. അതേസമയം KPCC ഭാരവാഹികൾ, DCC അധ്യക്ഷന്മാർ എന്നിവരിൽ വലിയ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് തന്നെ മാറ്റുമെന്ന വാർത്തകൾ മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് കെ സുധാകരൻ പറയുന്നു. 24-ൽ ഇത്തരമൊരു വാർത്ത സംപ്രേഷണം ചെയ്തിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം ലക്ഷ്യമിട്ടുള്ള മിഷൻ 2025-നുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നേതൃത്വം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമാണ്. അതിനാൽ KPCC അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം. സാമുദായിക സമവാക്യം, നേതൃപാടവം, ഉപതെരഞ്ഞെടുപ്പിലെ വലിയ വിജയം എന്നിവയെല്ലാം അനുകൂല ഘടകങ്ങളാണ്. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണെന്നും നേതൃമാറ്റം തീരുമാനിക്കേണ്ട സ്ഥലത്ത് തീരുമാനിക്കുമെന്നും കെ സുധാകരൻ. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്നും കെ സുധാകരൻ മോശം നേതാവാണെന്ന അഭിപ്രായം തനിക്കില്ലെന്നും ശശി തരൂർ MP. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു മാറ്റത്തിന് ഒരു ആവശ്യവുമില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ലോക്സഭയിൽ നല്ലൊരു റിസൾട്ട് കൊണ്ടുവന്ന് 19 സീറ്റ് എടുത്തു. അപ്പോൾ എല്ലാം നോക്കുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ദോഷമെന്ന് മനസ്സിലായില്ല. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി നന്നായി പെർഫോം ചെയ്തിട്ടുള്ളതാണ് എൻ്റെ വിശ്വാസം. അതേസമയം KPCC ഭാരവാഹികൾ, DCC അധ്യക്ഷന്മാർ എന്നിവരിൽ വലിയ അഴിച്ചുപണി ഉടനുണ്ടാകും. എന്നാൽ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം ഉൾപ്പെടെ 5 DCC അധ്യക്ഷന്മാരെ മാറ്റില്ല. ഇവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. KPCC DCC പദവികളിൽ യുവാക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കും. KS ശബരിനാഥിനെ തിരുവനന്തപുരം DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെന്നാണ് സൂചന. മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ സുപ്രധാന സ്ഥാനങ്ങളിലേക്കെത്തും. DCC ഭാരവാഹി പുനഃസംഘടനയും ഉടനുണ്ടാകും. 24 കോഴിക്കോട്.